ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ നമ്മൾ കണ്ടത് ശക്തമായ വളറ്റിലിറ്റിയാണ്. എന്നാൽ അവസാന നിമിഷങ്ങളിൽ ഒരു തിരിച്ചറിവ് നടത്തിക്കൊണ്ട് ഒരു പ്രതീക്ഷയോടെയാണ് കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് അവസാനിച്ചത്. അപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കാരണമുള്ള ആ ഒരു പിരിമുറുക്കങ്ങളും അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ വില വർധനവും മാർക്കറ്റിൽ തുടക്കത്തിൽ സമ്മർദ്ദത്തിലാക്കിയെങ്കിലും US ഇറാൻ സമാധാന ചർച്ചകളിലുള്ള പുരോഗതി പൊതുവെ മാർക്കറ്റിൽ ആശ്വാസമായിട്ടുണ്ട്. എന്നാൽ ക്രൂഡ് ഓയിൽ വില 100-ന് മുകളിൽ ഉയർന്നത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കൂടാതെ ഇന്ത്യൻ റുപ്പി 97 എന്നുള്ള ഉയർച്ച ടച്ച് ചെയ്തതും വലിയൊരു ആശങ്ക ഉണ്ടാക്കിയ ഘടകമായിരുന്നു. എന്നാൽ റിസർവ് ബാങ്കിൻ്റെ സമയബന്ധിതമായ ഇടപെടലോടുകൂടി 95ലേക്ക് ഇന്ത്യൻ റുപ്പി ഡോളറിനെതിരെ വന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ മാർക്കറ്റിൽ FIIസിൻ്റെ സെല്ലിങ് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു മാസം ഓൾറെഡി അവർ 32,000 കോടിയുടെ ഒരു നെറ്റ് സെല്ലിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. ഏപ്രിൽ മാസത്തെയും മാർച്ച് മാസത്തിലുമൊക്കെ സെല്ലിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് താരതമ്യേന കുറവാണ്. അതുകൂടാതെ DIIസിൻ്റെ ബൈങ് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ചിട്ട് മെച്ചപ്പെട്ടതായിട്ട് കാണാം. അതും ഒരു പോസിറ്റീവ് സൈനാണ്. അപ്പോൾ FIIസിൻ്റെ സെല്ലിംഗ് കുറയുകയും DIIസിൻ്റെ ബൈങ്ങിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കൂടുകയും ചെയ്തത് തീർച്ചയായിട്ടും മാർക്കറ്റിൽ പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൻ്റെ ഒരു ബ്രോഡർ പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50 0.3% ഉയർന്നപ്പോൾ നിഫ്റ്റി നെക്സ്റ്റ് 50 0.73% ആണ് ഉയർന്നത്. അതേപോലെ തന്നെ സ്മോൾ ക്യാപ്പിലും മൈക്രോ ക്യാപ്പിലും ഒക്കെ ഇതേപോലെയുള്ള ഒരു ഉയർച്ചയാണ് ഉണ്ടായതെങ്കിലും നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 ഔട്ട് പെർഫോം ചെയ്തതായിട്ട് കാണാം. 1% കൂടുതലുള്ള ഒരു മുന്നേറ്റത്തിലൂടെയാണ് കഴിഞ്ഞ ആഴ്ച അത് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ മുമ്പത്തെ ആഴ്ചകളിലൊക്കെയുള്ള വലിയ കറക്ഷന് ശേഷം ഇപ്പോൾ മാർക്കറ്റ് ഒരു സപ്പോർട്ട് ബേസ് കണ്ടെത്താൻ ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. നിഫ്റ്റി 23,300 എന്നുള്ള ആ ഒരു ലെവലിൽ ശക്തമായ പിന്തുണ നിലനിർത്തുമ്പോഴും 23,800 24,000 ലെവലിൽ ശക്തമായ കടുത്ത റെസിസ്റ്റൻസും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാഴ്ചയാണ് നമ്മൾ കണ്ടത്. സെക്ടർ വൈസ് പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി IT, നിഫ്റ്റി റിയാലിറ്റി, നിഫ്റ്റി എനർജി പോലെയുള്ള സെഗ്മെൻറ്റുകൾ പോസിറ്റീവ് ക്ലോസിങ് നേടിയതായിട്ട് കാണാം. നിഫ്റ്റി IT ആണ് എല്ലാ ഇൻഡെക്സുകളെക്കാൾ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തത്. അതേപോലെ നിഫ്റ്റി മീഡിയ, നിഫ്റ്റി CPSE, നിഫ്റ്റി FMCG, നിഫ്റ്റി PSC തുടങ്ങിയ സെക്ടറുകളിൽ ഒരു സെൽ ഓഫ് നമുക്ക് കാണാൻ കഴിഞ്ഞു. നിഫ്റ്റി മീഡിയയാണ് ഏറ്റവും മോശം പെർഫോമൻസ് കാണിച്ചതെന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. ഗോൾഡ് സിൽവറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗോൾഡ് ബീസ് ഒരു 1% പോസിറ്റീവ് ക്ലോസിംഗ് കഴിഞ്ഞ ആഴ്ച ത്രൂ ഔട്ട് നൽകിയപ്പോൾ സിൽവർ ബീസ് 0.5% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത്. ഇന്റർനാഷണൽ മാർക്കറ്റിലും ഗോൾഡിൻ്റെ പ്രൈസ് ഇപ്പോൾ $4,500 പെർ ഔൺസ് എന്ന ലെവലിൽ ഒരു റെസിസ്റ്റൻസിൽ നിൽക്കുകയാണ്. അതുപോലെ സിൽവറും 75 എന്നുള്ള റെസിസ്റ്റൻസ് ലെവലിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടത് US ബോണ്ട് ഈൽഡുകളുടെ മുന്നേറ്റമായിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് അത് പോയിരുന്നു. ഇപ്പോൾ USലെ ഇൻഫ്ലേഷൻ ഭീതി വർദ്ധിച്ചതും അതുപോലെ ഫെഡറൽ റിസർവ് അവരുടെ റേറ്റ് കട്ട് ചെയ്യാനുള്ള തീരുമാനം നീട്ടിക്കൊണ്ടുപോകുന്നതും ബോണ്ട് ഈൽഡ് ഉയരാൻ കാരണമായിട്ടുണ്ട്. കൂടാതെ USന്റെ വർദ്ധിച്ചു വരുന്ന ഫിസിക്കൽ ഡെഫിസിറ്റ്, അവരുടെ കടബാധ്യതകളുമൊക്കെ മാർക്കറ്റിൽ വലിയ തോതിലുള്ള ബോണ്ടുകൾ വിറ്റഴിക്കാൻ കാരണമാകുന്നുണ്ട്. അതും US ബോണ്ട് ഈൽഡ് ഉയരാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ US 10-year ബോണ്ട് ഈൽഡ് 4.5% മുകളിൽ ട്രേഡ് ചെയ്യുന്നത് ഗ്ലോബൽ ഈക്വിറ്റി മാർക്കറ്റിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച അവസാനത്തോടു കൂടി അവിടെ ബോണ്ട് ഈൽഡിൽ നേരിയ തോതിലുള്ള കുറവ് വന്നത് മൊത്തത്തിൽ ഈക്വിറ്റി മാർക്കറ്റുകൾക്ക് ഒരു ആശ്വാസമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി നെക്സ്റ്റ് വീക്ക് മാർക്കറ്റ് എങ്ങനെയാണ് പെർഫോം ചെയ്യുക, അവിടെ പ്രധാനപ്പെട്ട ട്രിഗർ പോയിന്റുകൾ ഏതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ആഴ്ച നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യൻ മാർക്കറ്റ് 4 ദിവസം മാത്രമേ ട്രേഡിംഗ് ഉണ്ടാവുകയുള്ളൂ. കാരണം മെയ് 28-ാം തീയതി വ്യാഴാഴ്ച ബക്രീദ് ഹോളിഡേ ആണ്. അന്ന് NSEയും BSEയും പ്രവർത്തിക്കുകയില്ല. കൂടാതെ ഇക്വിറ്റി ഡെറിവേറ്റീവ് സെഗ്മെന്റ്സിലൊന്നും വ്യാപാരം നടക്കുകയില്ല. അതേപോലെ തന്നെ തിങ്കളാഴ്ച US മാർക്കറ്റിൽ അവധിയാണ്. മെമ്മോറിയൽ ഡേ പ്രമാണിച്ച് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാസ്ഡാക്ക് എക്സ്ചേഞ്ചും ഒക്കെ പൂർണ്ണമായിട്ടും അടച്ചിടും. അന്നേ ദിവസം US ബോണ്ട് മാർക്കറ്റും അവധിയാണ്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് നമ്പർ ഓഫ് ട്രേഡിംഗ് ഡേ കുറവാണ് എന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ മെയ് 28-ന് വ്യാഴാഴ്ചയാണ് USന്റെ GDP കണക്കുകൾ പുറത്തു വരിക. അപ്പോൾ GDP പ്രതീക്ഷിച്ചതിലും ഉയർന്ന നിരക്കിൽ വന്നു കഴിഞ്ഞാൽ അത് US സമ്പദ് വ്യവസ്ഥ ശക്തമാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇൻഫ്ലേഷൻ കുറക്കാൻ വേണ്ടിയിട്ട് ഈ റേറ്റ് കട്ട് കൂടുതൽ കാലം ഉയർന്ന നിരക്കിൽ തന്നെ നിലനിർത്താൻ അത് കാരണമാകും. അതുപോലെ GDP കുറഞ്ഞാൽ അത് സമ്പദ് വ്യവസ്ഥ സ്ലോ ഡൗൺ ആയിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഘടകമായിരിക്കും. അത് ഇൻട്രസ്റ്റ് റേറ്റ് ഒരുപക്ഷെ കുറക്കാൻ ഫെഡിനെ പ്രേരിപ്പിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ GDP ഡാറ്റ നെക്സ്റ്റ് വീക്ക് വേൾഡ് വൈഡ് മാർക്കറ്റിനെ തന്നെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇവൻ്റ് ആയിരിക്കും. അതുപോലെ നമ്മുടെ Q4 റിസൾട്ടുകളിൽ ഇനിയും പല കമ്പനികളുടെയും റിസൾട്ടുകൾ വരാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ സുസ്ലോൺ എനർജി, RVNL, കണ്ടെയ്നർ കോർപ്പറേഷൻ, ONGC, കമിൻസ് ഇന്ത്യ, ഗില്ലറ്റ്, അശോക് ലേലൻഡ്, ആൽക്കം ലബോറട്ടറീസ്, ഭാരത് ഡൈനാമിക്സ്, ഏഷ്യൻ പെയിൻറ്റ്സ്, ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽ തുടങ്ങിയ പല പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെയും റിസൾട്ട് നെക്സ്റ്റ് വീക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഈ റിസൾട്ട് ആ സ്റ്റോക്കുകളിൽ ഉണ്ടാക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും നമ്മൾ വാച്ച് ചെയ്യേണ്ടതാണ്.
അതുപോലെ നെക്സ്റ്റ് വീക്ക് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് US ഇറാൻ ആ സമാധാന ചർച്ചകൾ ഒരു ഫൈനൽ ഡീലിലേക്ക് എത്തുമെന്നാണ്. കാരണം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു സമാധാന കരാറിൻ്റെ വലിയൊരു ഭാഗം ലാർജ്ലി നെഗോഷിയേറ്റഡ് എന്നാണ്. അപ്പോൾ ഈ ഒരു ഡീലിൻ്റെ ഫൈനൽ ആസ്പെക്ട്സ് മാത്രമേ ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞത് മണിക്കൂറുകൾക്കകം തന്നെ നല്ലൊരു വാർത്ത പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്നാണ്. അപ്പം നെക്സ്റ്റ് വീക്ക് ഒപ്പുവെക്കാൻ പോകുന്ന ഈ ഒരു പ്രാഥമിക കരാറിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത് ഹോർമസ് കടലിടുക്ക് തുറക്കുമെന്നും ഇറാന് മേലെയുള്ള US നാവൽ ബ്ലോക്കേഡ് പിൻവലിക്കുകയും ഇറാന് ഓയിൽ വിൽക്കാൻ അനുവദിക്കുകയും ചെയ്യും. കൂടാതെ വിദേശത്ത് ഫ്രീസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഏകദേശം $25 ബില്യൺ ഇറാനിയൻ അസറ്റുകൾ വിട്ടു നൽകാനും കരാറായേക്കുമെന്നാണ് സൂചന. അതുകൂടാതെ ഇതിനോടനുബന്ധിച്ച് 60 ദിവസത്തെ ഒരു ഒഫീഷ്യൽ സീസ് ഫയറും അനൗൺസ് ചെയ്തേക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ MOU അടുത്ത വാരം ഒരുപക്ഷെ ഫൈനലാകുമെങ്കിലും പൂർണ്ണമായ സമാധാനം ഒരുപക്ഷെ ഉടൻ ഉണ്ടാകില്ല. പ്രത്യേകിച്ച് ഈ ന്യൂക്ലിയർ റിലേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ ഹോർമസ് കടലിടുക്കിൻ്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും 30 മുതൽ 60 ദിവസം വരെയുള്ള ആ ഒരു കാലയളവിൽ കൂടുതൽ ചർച്ചകളിലൂടെയായിരിക്കും പരിഹരിക്കപ്പെടുക. ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചകൾ ക്രൂഡ് ഓയിൽ വില കുറയുന്നതിന് ഒരുപക്ഷെ കാരണമായിരിക്കും. അത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഗ്രീൻ സിഗ്നലായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ നെക്സ്റ്റ് വീക്ക് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച തടയാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് സ്വീകരിക്കുന്ന ചില അടിയന്തര നടപടികളുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ച 96.95 ഓൾമോസ്റ്റ് 97 എന്നുള്ള ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് രൂപ വീണുപോയിരുന്നു. അപ്പോൾ ആ രൂപയുടെ മൂല്യത്തകർച്ച പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് RBI പ്രഖ്യാപിച്ച ഏറ്റവും വലിയ ഒരു മാസ്റ്റർ സ്ട്രോക്കാണ് മെയ് 26 നടക്കാൻ പോകുന്ന $5 ബില്യൺ ബൈ സെൽ സ്വാപ്പ്. അതിൻ്റെ ഒരു ഓപ്ഷനാണ് അന്ന് നടക്കുക. അപ്പോൾ അത് ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് ലോങ് ടേമിലേക്ക് ആവശ്യമായ ലിക്വിഡിറ്റി എത്തിക്കാൻ കഴിയും. കൂടാതെ ഫോറക്സ് റിസർവിൻ്റെ ആ ഫോർവേഡ് പ്രീമിയം നിരക്കുകൾ കുറക്കാനും അത് സഹായിക്കും. ഇത് രൂപയുടെ പെട്ടെന്നുള്ള തകർച്ചയ്ക്ക് ഒരു തടസ്സമായി നിൽക്കും എന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. ഈ രൂപയുടെ ഡിവാലുവേഷൻ തടയാൻ വേണ്ടിയിട്ട് തങ്ങളുടെ ഫോറക്സ് റിസർവിൽ നിന്നും വൻതോതിൽ ഡോളറാണ് RBI പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോറിൻ റിസർവ് ഉയർത്തുക എന്നുള്ളതും RBIയുടെ ഒരു ലക്ഷ്യമാണ്. അതുപോലെ തന്നെ അടുത്ത മാസം വരാൻ പോകുന്ന RBIയുടെ മീറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉയർത്താനുള്ള സാധ്യതയും പൊതുവെ മാർക്കറ്റിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഏതായാലും ഈ ക്രൂഡ് ഓയിൽ വില ബാരലിന് 100 മുകളിൽ തുടരുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡോളറിൻ്റെ ചിലവ് കൂട്ടുന്നുണ്ട്. അപ്പോൾ ഈ US ഇറാൻ ചർച്ചകൾ വിജയിച്ചാൽ ഒരുപക്ഷെ RBIയുടെ ജോലി കുറച്ചുകൂടി എളുപ്പമാകാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ 23,719 ഏറ്റവും അവസാനം നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അപ്പോൾ 23,750 എന്നുള്ള ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവൽ മറികടന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിഫ്റ്റി 24,000 എന്ന ലെവലിലേക്ക് ഉദിക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം താഴോട്ടേക്ക് പോവുകയാണെങ്കിൽ 23,550 ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് നിൽക്കാനും ടെക്നിക്കൽ ചാർട്ടുകളിൽ നമുക്കതിൻ്റെ സാധ്യതകൾ കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.